ശ്രീ സി വി എം വാണിമേൽ, അങ്ങ് പറഞ്ഞു ഈ ലീഗ് എന്ന് പറയുന്നത് കേരളം മുഴുവൻ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ലീഗിനെ ഭയപ്പെടേണ്ട സാഹചര്യം അല്ല കേരളത്തിൽ എന്ന് പറയുകയാണ്. ലീഗ് എന്നത് വർഗീയ പാർട്ടി തന്നെയാണ്. അവർ പറയുന്നത് അസൽ വർഗീയതയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുന്നിൽ കേരള സമൂഹത്തിൽ തന്നെയുണ്ട്. ഒന്ന്, കാസർഗോഡ് നടന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ റാലിയാണ്. അവിടെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രതിനിധികളാണ്. ഈ ലീഗിനെതിരെ സംസാരിച്ച മാത്യു കുഴൽനാടൻ്റെ അവസ്ഥ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. മാത്യു കുഴൽനാടൻ്റെ ഫ്ലക്സ് ആക്രമിക്കുന്ന, അത് വെട്ടിക്കീറുന്ന യൂത്ത് ലീഗുകാരെയൊക്കെ കണ്ടതാണ്. ഇത് മാത്രമല്ല, ഒട്ടേറെ പറയാനുണ്ട്. ലീഗിൻ്റെ അസൽ വർഗീയത പുറത്തു വരുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതം മാത്രമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്ന ആൾ ഇപ്പോൾ മന്ത്രിസഭയിലെ അംഗമാണ്. അപ്പോൾ മതം തന്നെയാണ് മുസ്ലിം ലീഗിന് എക്കാലവും വിഷയമായിട്ടുള്ളത്. അത് പറയുമ്പോൾ ലീഗിന് വർഗീയതയില്ല, മതേതരമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. സി വി എം വാണിമേൽ, ആദ്യമായിട്ട് എനിക്ക് നിങ്ങൾ സമയം തരണം. കാരണം അപ്പുറത്തുനിന്ന് വരുന്ന അറ്റാക്ക്, നിങ്ങളുടെ സർഗാത്മകമായ ആക്രമണം അത് സഹിച്ചുകൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത്. അപ്പൊ എനിക്ക് സമയം തരണം. അതൊരു നീതിബോധത്തോടു കൂടി ഞാൻ സംസാരിക്കുകയാണ്. ആദ്യമായി രണ്ട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ് താഴെത്തട്ടിലുള്ള ലീഗ് പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞിവിടെ കേൾക്കുകയുണ്ടായി. പക്ഷേ ഈ ശുദ്ധമായ അസംബന്ധമാണത്. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് പറയേണ്ട സമയത്ത് പറയേണ്ട വിധം പറയേണ്ട രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. UDF ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തത് ഈ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെയുള്ള മൂവ്മെന്റ്സിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സഖ്യം കാണാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയം തിരുത്തി എന്ന് പറയുമ്പോ അത് അവരെ പറയേണ്ടത്, അത് പറഞ്ഞിട്ടുണ്ട്. അത് അല്ല എന്ന് പറയാൻ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വത്വബോധം അവർ സ്വയം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന സംഘടനയാണ്, ഞങ്ങളുടെ അജണ്ട ഇന്നതാണ് എന്ന് പറയുമ്പോ അതിനെതിരെ സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇതുപോലെ തെളിവുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി മതരാശവാദം പറഞ്ഞു എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ അധിക്ഷേപിക്കുമ്പോ, അങ്ങനെ ഞങ്ങളുടെ അജണ്ടയിലില്ല എന്ന് പറഞ്ഞ് വർത്തമാനകാല ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കൾ പറയുമ്പോ അത് അംഗീകരിക്കാതെ നിങ്ങൾ വീണ്ടും വിഷയങ്ങൾ ഉദ്ധരിക്കുമ്പോ അതിന് തെളിവുകൾ ഉദ്ധരിക്കണം നിങ്ങളാണ്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതമൗലികവാദികളുമായും വർഗീയവാദികളും മുസ്ലിം ലീഗിന് ബന്ധമില്ലെന്ന് മാത്രമല്ല, ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗിനെ വിധ്വംസക പ്രവർത്തനങ്ങളിലോ തീവ്രവാദങ്ങളിലോ വർഗീയ പ്രവർത്തനങ്ങളോ ഇടപെട്ടതായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളോട് ഞാൻ മാപ്പ് പറയും. ഞാൻ വീണ്ടും വെല്ലുവിളിക്കും. ഞാൻ സംവാദത്തിന് തയ്യാറാണ്. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, മുസ്ലിം ലീഗ് വിദ്വേഷ പ്രവർത്തനം നടത്തുന്നവരല്ല, മുസ്ലിം ലീഗ് തീവ്രവാദികളോടൊപ്പം നിൽക്കുന്നവരല്ല എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ ഒരു സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ തീവ്രവാദത്തെ എതിർത്തതിന്റെ പേരിൽ ഒരുപാട് നഷ്ടപ്പെട്ടവരാ ഞങ്ങൾ മുസ്ലിം ലീഗ്. നിങ്ങൾ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. നിങ്ങൾ കുറെ ആളുകൾ മുസ്ലിം ലീഗിനെ, നിങ്ങൾ BJP നാനാഭാഗത്തും ആക്രമിക്കപ്പെടുമ്പോ നിങ്ങൾക്ക് വിഷയം വേണം. അപ്പൊ നിങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിനെ ഒരു പ്രതിക്കോട് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ്. നിങ്ങൾ ഈ കാസർകോട്ടെ പ്രശ്നം പറയുന്നു, അതുപോലെ തന്നെ മാത്യു എമ്മിന്റെ കാര്യം പറയും. നിങ്ങൾ ഇതൊക്കെ സർവണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയം കഴിഞ്ഞു പോയ കാര്യമാണ്. അത് നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. ഒന്ന് പറയും നിങ്ങളോട്, ഞങ്ങളങ്ങനെ ന്യായീകരിക്കുന്നവരുമല്ല. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, മുസ്ലിം ലീഗ് ദേശസ്നേഹത്തിന്റെ പേരിൽ ഒരു വിധത്തിലും നിങ്ങൾക്ക് ഞങ്ങൾ അധിക്ഷേപിക്കാൻ കഴിയില്ല. നിങ്ങളുടെ നീണ്ട 54 വർഷക്കാലം RSS രാഷ്ട്രത്തിന്റെ പതാക സ്വാതന്ത്ര്യത്തിൽ ഉയർത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം നിങ്ങൾ ആ RSSന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തവരിൽ സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പാടിയ മഹാനായ അല്ലാമ ഇഖ്ബാലിന്റെ കവിതയുണ്ടല്ലോ. ആ കവിത മഹാത്മാഗാന്ധി മാറോടടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രമേൽ ശക്തമായ ജാജ്വല്യമായ സ്വാതന്ത്ര്യത്തിന്റെ ഈരടികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന മുഹമ്മദ് ഇഖ്ബാലിന്റെ മണ്ണ് എങ്ങനെയാണ് സ്വാതന്ത്ര്യം ലഭിക്കാതിരിക്കാൻ ചോദിച്ച മഹാത്മാഗാന്ധിക്ക് ആവേശം നൽകിയ അല്ലാമ ഇഖ്ബാലിന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മാത്രമല്ല, ഒരിടത്തും നിങ്ങൾ കാണിക്കാൻ കഴിയില്ല ഞങ്ങൾ മതേതരവാദികൾ. നിങ്ങൾ പറയുന്നത് മുസ്ലിം എന്ന പേര് കൊണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്നൊരു പത്രമുണ്ടല്ലോ, അത് ഹിന്ദുക്കളുടേതാണോ? ചന്ദ്രിക എന്നൊരു പത്രമുണ്ടല്ലോ, അത് ചന്ദ്രിക എന്നൊരു സോപ്പില്ലേ, ചന്ദ്രിക സോപ്പ്, അത് മുസ്ലിം സമുദ്ര സമുദായത്തിൻ്റെതാണോ? ഒരിക്കലും പേര് കൊണ്ടല്ല, പ്രവർത്തനം കൊണ്ടാണ്. ഞാൻ പറയുന്നത്, ഇവിടെ ഇത്തരം പാർട്ടികളുണ്ട്. ഇപ്പൊ PDP
അവരുടെ പേരിൽ മുസ്ലിം ഇല്ല. എന്താ അവരുടെ പ്രവർത്തനങ്ങൾ? പോപ്പുലർ ഫണ്ട് അവരുടെ പേരിൽ മുസ്ലിം ഇല്ല. എന്താ അവരുടെ പ്രവർത്തനങ്ങൾ? നിങ്ങളുടെ വിലയിരുത്തിയല്ലോ. പേര് കൊണ്ടല്ല, പ്രവർത്തനങ്ങളെ കൊണ്ടാണ്, കർമ്മങ്ങളെ കൊണ്ടാണ്. ഞാൻ വീണ്ടും പറയാണ്, മുസ്ലിം ലീഗിന് നിങ്ങളുടെ ആരുടെയും അംഗീകാരത്തിന്റെ ആവശ്യമില്ല. മുസ്ലിം ലീഗ് ഇവിടെ ജുഡീഷ്യൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാരഥന്മാരായ കവികളും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും അംഗീകരിച്ചിട്ടുണ്ട്. മതാധ്യക്ഷന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറെ ആളുകൾ മുസ്ലിം ലീഗിനെ ഭയപ്പെടുത്താൻ വേണ്ടി, പ്രതിക്കൂട് നിർത്താൻ വേണ്ടി വിഷയങ്ങൾ കണ്ടെത്തുമ്പോൾ അത് അംഗീകരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങളെ കേൾക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ഈ രാജ്യത്തെ മതേതര വിശ്വാസികളും. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആവർത്തിക്കുകയാണ് ഞാൻ. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ മതേതരത്വ സംവിധാനത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് ഭയപ്പാട്? അത് അവരുടെ താല്പര്യമല്ലേ? ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഇവിടെ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വികലമായി ചിത്രീകരിച്ച, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരെ നിങ്ങൾ പുകഴ്ത്തുന്നു. എന്നിട്ടോ അവരെയാണ് നിങ്ങൾ ഇപ്പോൾ വാരി പുണരുന്നതും അവരെയാണ് നിങ്ങൾ പ്രകീർത്തിക്കുന്നതും. അതെവിടെയാണ്? അതേക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്തത്? നമ്മൾ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗിന് ആവശ്യമില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഓൾറെഡി ഇന്ത്യ രാജ്യത്തിന്റെ മുഖമുദ്ര കാത്തു സൂക്ഷിച്ച, ഇന്ത്യൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, നീണ്ട വർഷക്കാലത്തിന് മുമ്പേ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ പൂർവികരായ രണ്ട് കാര്യങ്ങളൊന്ന് ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഒന്ന്, ഈ ടി മുഹമ്മദ് ബഷീർ ജമാഅത്തെ ഇസ്ലാമിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്നതാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തുറന്ന് എതിർക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, ജമാഅത്തെ ഇസ്ലാമിയുമായി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ടി മുഹമ്മദ് ബഷീറിനെ കണ്ടു. പരസ്യമായും രഹസ്യമായും ലീഗ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വവുമായൊക്കെയുള്ള കൂട്ടുകെട്ടൊക്കെ വളരെ കൃത്യമായ ആളുകൾക്കറിയാം. മാത്രവുമല്ല, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ മുസ്ലിം ലീഗ് ഇടപെട്ട വഴികളെക്കുറിച്ച് താങ്കൾക്കറിയാമല്ലോ. അവിടെ SDPIയുടെ സ്ഥാനാർത്ഥിയെ ഒരു ഫോൺ കോൾ വഴി ആ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള അന്തർനാടകങ്ങൾ SDPIയുമായി നടത്തിയത് നിങ്ങളല്ലേ? അപ്പോൾ ഈ മുസ്ലിം ലീഗിന് വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുമുള്ള കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല എന്നൊക്കെ എങ്ങനെ പറയാൻ കഴിയും താങ്കൾക്ക്? ബഷീർ സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധത്തിന് വേണ്ടി ചർച്ച നടത്തി എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. സമയത്ത് ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇസ്ലാമിയുടെ എന്നല്ല, RSന്റെ ആളുകൾ വിളിച്ചാൽ പോലെ മുസ്ലിം ലീഗ് സംസാരിക്കുന്ന കാര്യത്തിൽ ആ സംസാരത്തിന് അറിയാമോ? ഒരു മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാകും. ആ ബന്ധങ്ങളൊക്കെ വോട്ടിന് വേണ്ടിയാണോ? RSന്റെ നേതാവ് മുസ്ലിം നേതാവിനെ വിളിച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഇറങ്ങിയത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വലിയ മതേതരത്വം പറയുന്ന ആളുകളല്ലേ, വർഗീയത തൊട്ടുതീണ്ടാത്ത ആളുകളല്ലേ, എന്തിനാണ് SDPIയുമായി അവിടെ ഒരു ബന്ധമുണ്ടാക്കുന്നത്? തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുന്ന ചില ക്രിയവിക്രയങ്ങൾ, ചില ഇടപാടുകളാണ് സാർ പ്രശ്നം. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില വർത്തമാനങ്ങൾ സാർ, ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കാം. ലീഗിന് വർഗീയ മുഖമുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ എവിടെ വേണമെങ്കിലും മാപ്പ് പറയാമെന്നൊക്കെ ശ്രീ CVM വാടിമേൽ പറയുകയുണ്ടായി. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ എത്രയോ നേതാക്കൾക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നത്. ആ കഥകളൊക്കെ അധികമാരും വിസ്മരിക്കാനിടയില്ല. അതെല്ലാം കഥകളാണ്, നിഷേധിച്ച കഥകൾ മാത്രം. കുറ്റവാളികളായിട്ട് അത് ശരിയല്ല. അവർക്ക് എന്നെ പറയാൻ സമ്മതിക്കൂ. നിങ്ങൾ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഒരു കാര്യം, ഞാൻ തന്നെ പറയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അവരിവിടെ പ്രവർത്തിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജിൽ കയറാത്ത സാഹിത്യകാരന്മാരില്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേജിൽ കയറാത്ത ബുദ്ധിജീവികളില്ല. അവരാരും പറഞ്ഞിട്ടില്ലല്ലോ ഈ കാര്യങ്ങൾ. നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ മുസ്ലിം ലീഗിനെ ആക്രമിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിനെ കരുവാക്കുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നീണ്ട വർഷക്കാലമായി കേരളത്തിലെ ഉന്നത ശിക്ഷരായ ബുദ്ധിജീവികൾ, പത്രമേധാവികൾ, ചിന്തകന്മാർ, ദിശനാശാലികൾ, കലാകാരന്മാർ ഇവരെല്ലാം ജമാഅത്തെ ഇസ്ലാം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തേ കാര്യം? അവരൊന്നും പ്രകടമായ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട്,
ആ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതില്ല എന്ന് അവർ പറയുമ്പോ നിങ്ങൾ പറയുന്നു, നിങ്ങൾ കുറെ ആളുകൾ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രവിരുദ്ധമാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി പറയാനുള്ളത് പറഞ്ഞു. മുസ്ലിം ലീഗ് ഇതുവരെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിക്കളഞ്ഞിട്ടില്ല. ശ്രീ കേണൽ ടിനി അങ്ങേക്ക് മറുപടി പറയാം.